ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. ഒരു ബഡ്ജറ്റ് എൻട്രി ലെവലിൽ വരുന്ന രണ്ട് ബെസ്റ്റ് ആയിട്ടൊരു 5G ഫോൺസ് എന്ന് പറഞ്ഞാൽ ഒന്ന് റെഡ്മിയുടെ A4 5Gയും പിന്നെ ഒന്ന് പോക്കോയുടെ C75 5G എന്ന മോഡലാണ്. ഇത് രണ്ടും ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസും ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫോൺസൊക്കെ വാങ്ങാൻ വേണ്ടി പോകുന്നവർക്ക് എന്തായാലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതിലേത് ഫോണാണ് ബെറ്റർ എന്നുള്ളത്. കാരണം രണ്ടും ഷവോമിയുടെ ഫോൺസ് തന്നെയാണ്. എന്നാലും ചില രീതിയിലുള്ള ഡിഫറൻസ് രണ്ട് ഫോൺ തമ്മിലുണ്ട്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ ഫൈനലായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും, ഇതിലേത് ഫോണാണ് വാങ്ങേണ്ടത് എന്നുള്ളത്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നതിൽ ഒട്ടുമിക്ക പേരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇന്ന് ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ രണ്ട് ഫോണിൻ്റെയും പ്രൈസ് അതിൻ്റെ വേരിയൻ്റ് പറയാം. റെഡ്മി A4 5G ആണെങ്കിൽ രണ്ട് വേരിയൻ്റ് ആയിട്ട് വരുന്നുണ്ട്. പോക്കോ ആണെങ്കിൽ ഒറ്റ വേരിയൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. റെഡ്മിയുടെ ആണെങ്കിൽ 4GB 64GB വരുന്നുണ്ട്, അതുപോലെ തന്നെ 4GB 128GB കൂടെ വരുന്നുണ്ട്. അതിൽ 4GB 64GB വേരിയൻ്റെ പ്രൈസ് 8499 ആയിട്ടാണ് വരുന്നത്. ഹയർ വേരിയൻ്റ് ആയിട്ടുള്ള 4GB 128GB വേരിയൻ്റെ പ്രൈസ് 8999 ആയിട്ടാണ് വരുന്നത്. സോ 8500 9000 രൂപ, അതായത് 500 രൂപ ഡിഫറൻസ് നമുക്ക് 128GB വേരിയൻ്റ് കിട്ടുന്നുണ്ട്. ഇനി പോക്കോ C75 ആണെങ്കിൽ ഒറ്റ വേരിയൻ്റ് മാത്രമേ വരുന്നുള്ളൂ, അതായത് 4GB 64GB. ഇതിൻ്റെ പ്രൈസാണ് 7999 ആയിട്ടാണ് വരുന്നത്. സോ 8000 രൂപ മാത്രമേ ആ ഒരു ഫോണിന് വരുന്നുള്ളൂ. മറ്റേതായിട്ടാണെങ്കിൽ റെഡ്മിയായിട്ട് കമ്പയർ സമയത്ത് 500 രൂപ കുറവാണ് പോക്കോയുടെ ഫോണിന്. സോ അത് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് ആയിട്ട് പറയാം പ്രൈസിൻ്റെ കാര്യത്തിൽ. ബട്ട് ഈ ഒരു ഫോണിൽ 128GB വേരിയൻറ്റ് വരുന്നില്ല. പക്ഷേ രണ്ട് ഫോണിലും SD കാർഡ് ഇടാനുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്ലോട്ടും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. സോ അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല എന്നുള്ള എൻ്റെ ഒപ്പീനിയൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് 128GB വേണമെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ആൻ പോക്കോ ഫോൺ. ഇനി ബാക്കി ഡിസൈൻ വൈസ് പറയുകയാണെങ്കിൽ രണ്ടും ഒരു സെൻട്രൽ അലൈൻ ആയിട്ടുള്ള സർക്കിൾ ക്യാമറ മൊഡ്യൂളൊക്കെയാണ് വരുന്നത്. ബട്ട് റെഡ്മി ഫോണിലാണെങ്കിൽ ബാക്കിൽ ഗ്ലാസിൻ്റെ ബിൽഡാണ് കൊടുത്തുള്ളത്. പോക്കോ ആണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ് പോക്കോയിൽ വരുന്നത്. സോ അതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് ഡിസൈനിൻ്റെ ഭാഗത്തിൽ, അല്ലെങ്കിൽ ബിൽഡ് ഔട്ടിലെ കാര്യത്തിൽ അതാണ് മെയിൻ ഡിഫറൻസ്. സോ റെഡ്മിയിൽ ഗ്ലാസും മറ്റേതിൽ പ്ലാസ്റ്റിക്കാണ് വരുന്നത്. ഇനി വെയിറ്റ് ആൻഡ് തിക്നെസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് ഫോണിനും 212 ഗ്രാം വെയിറ്റും 8.2 mm തിക്നെസ്സും വരുന്നത്. സോ ആ കാര്യം നോ ഡിഫറൻസ് സെയിം ആണ്. ഗ്ലാസ് വേണോ പ്ലാസ്റ്റിക് വേണോ നിങ്ങളുടെ ഒപ്പീനിയനാണ്. എന്തായാലും ഫോണൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കേസൊക്കെ ഇട്ടെങ്കിൽ കവറൊക്കെ ഇട്ടിട്ട് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. സോ അത് നോക്കാം, യുവർ ഒപ്പീനിയനാണ്. ഇനി റെഡ്മി ഫോണിലാണെങ്കിൽ രണ്ട് കളേഴ്സിൽ അവൈലബിൾ ആണ്. പോക്കോ ഫോൺ ആണെങ്കിൽ 3 കളേഴ്സിൽ ആ ഒരു ഫോണും വരുന്നുണ്ട്. സോ ഡിസൈൻ ബേസ് അതാണ് പറയാനുള്ളത്. ഇനി ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.88 ഇഞ്ച് വരുന്നൊരു HD+ 120Hz ഒരു IPS LCD ഡിസ്പ്ലേ ആണ് രണ്ട് ഫോണിന് വരുന്നത്. 600 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ്സും രണ്ട് ഫോണിനും കൊടുത്തിട്ടുണ്ട്. രണ്ടിനും പഞ്ച് ഹോളായിട്ട് സെൽഫി ക്യാമറ വരുന്നില്ല, നോച്ചിൽ തന്നെയാണ് സെൽഫി ക്യാമറ ഒക്കെ തന്നെ കൊടുത്തുള്ളത്. സോ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡിസൈനാണ് ഫ്രണ്ടിൽ വരുന്നത്. കുഴപ്പമൊന്നും പറയാനില്ല, രണ്ടും ഡിസ്പ്ലേ വൈസ് സെയിം ആണ്, നോ ഡിഫറൻസ് ആ കാര്യത്തിൽ. ദെൻ ക്യാമറയാണ്. രണ്ട് ഫോണിനും പ്രൈമറി ക്യാമറ വന്നിട്ട് 15 MB പ്രൈമറി ക്യാമറ തന്നെയാണ് വരുന്നത്. സെക്കൻഡറി ആയിട്ടൊരു 2 MB ഓക്സിലറി ലെൻസും വരുന്നുണ്ട്. സോ യൂസ്ഫുൾ അല്ലാത്ത ഒരു സെക്കൻഡറി ക്യാമറ രണ്ട് ഫോണിനും വരുന്നുണ്ട്. സെൽഫി ക്യാമറ ആണെങ്കിൽ രണ്ട് ഫോണിനും 5 MB സെൽഫി ക്യാമറയും നോച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ക്യാമറയുടെ കാര്യത്തിലും അങ്ങനെ വലിയ ഡിഫറൻസ് പറയാനില്ല. സോ രണ്ടും സെയിം ആണ്. ഈ ഒരു ബഡ്ജറ്റിൽ വരുന്ന ക്യാമറ എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയാണ് രണ്ട് ഫോണും പെർഫോം ചെയ്യുന്നത്. സോ ആ ഒരു നോർമൽ ക്വാളിറ്റിയിലുള്ള ഫോട്ടോസൊക്കെ ഇതിൽ ഷൂട്ട് എടുക്കാൻ വേണ്ടി പറ്റും. വീഡിയോസൊക്കെ ആണെങ്കിൽ ആ ഒരു ക്വാളിറ്റി മാത്രം എക്സ്പെക്ട് ചെയ്താൽ മാത്രം മതി. അല്ലാതെ ഗംഭീര ക്യാമറ ഒന്നും ഈ പ്രൈസ് റേഞ്ച് കിട്ടില്ല. ആ ഒരു ആവശ്യത്തിന് എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ഒരു ക്വാളിറ്റി രണ്ട് ഫോണിൻ്റെയും ക്യാമറാസിന് വരുന്നുണ്ട്. ദെൻ പെർഫോമൻസ് ആണ്. ഇവിടെ രണ്ട് ഫോണിനും കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 4S Gen 2 എന്ന ചിപ്സെറ്റാണ് വരുന്നത്. സോ പ്രൊസസ്സറും സെയിം ആണ്. ഈ ഒരു രണ്ട് ഫോണിനും മാത്രമുള്ളൊരു പ്രത്യേകത അല്ലെങ്കിൽ ഇഷ്യൂ എന്നൊക്കെ പറയുന്നത് ഈ രണ്ട് ഫോണും 5G ഫോണാണല്ലോ. ബട്ട് എയർടെല്ലോ അല്ലെങ്കിൽ VI സിമ്മോ ഇട്ട് കഴിഞ്ഞതിൽ 5G വർക്ക് ആവില്ല. ജിയോ സിമ്മിൽ മാത്രമേ ഈ രണ്ട് ഫോണും 5G സപ്പോർട്ടുള്ളൂ. സോ ആ കാര്യം കൂടെ നോക്കുക. നിങ്ങളിപ്പം എയർടെലൊക്കെ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ അത് പോർട്ട് ചെയ്ത് മാറ്റുക, അല്ലെങ്കിൽ ഈ ഒരു ഫോൺ എടുക്കാതിരിക്കുക. അതെന്തായാലും ഓർമ്മിക്കുക. അതായത് ഇതിൽ 5Gയിൽ 4G ഏത് സിമ്മും കൂടെ 4G ഏതിലും സപ്പോർട്ട് ചെയ്യാം. പക്ഷേ 5G യൂസ് ചെയ്യണമെങ്കിൽ ഇതിൽ ജിയോയുടെ സിം മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. സോ ആ കാര്യം കൂടെ നോക്കുക.
പിന്നീട് രണ്ടിനും LPDDR 4X RAM USF 2.1 സ്റ്റോറേജ് ഒക്കെ വരുന്നത്. സോ നോ ഇഷ്യൂസ് ആ കാര്യത്തിലൊന്നും. പിന്നെ രണ്ട് ഫോണും HyperOS ആണ്, ഷവോമിയുടെ ഡിവൈസ് ആണ്, HyperOS ആയിട്ടാണ് വരുന്നത്. Android 14 ആയിട്ടാണ് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വരുന്നത്. 2 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തേക്കുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നോ ഡിഫറൻസ്. ഇനി ഫൈനലായിട്ടുള്ള കാര്യമാണ് ബാറ്ററി. രണ്ട് ഫോണിലും 5160 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ബോക്സിനകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആ കാര്യത്തിലും ഡിഫറൻസ് വരുന്നില്ല. ഇതിലാകെ ഡിഫറൻസ് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ബിൽഡ് ക്വാളിറ്റി. അതായത് റെഡ്മി ഫോണിൽ ഗ്ലാസ് വരുന്നുണ്ട്, പോക്കോ ഫോണിലാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡ് മാത്രമേ വരുന്നുള്ളൂ. സോ 500 രൂപ പ്രൈസ് പോയിന്റിൽ ഈ ഒരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം ഒട്ടുമിക്ക പേരും പറയുന്നതാണ്, അതായത് 128 GB സ്റ്റോറേജ് വേണം എന്നത്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഡ്മി ഫോൺ തന്നെ ചൂസ് ചെയ്യുക. കാരണം 9000 രൂപ കൊടുത്തില്ല ആ ഒരു ഹയർ വേരിയൻ്റ് എടുക്കാം. അല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് അങ്ങനെ 128 GB വേരിയൻ്റ് ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ പോക്കോ എടുത്താൽ മതി. അല്ലെങ്കിൽ ഗ്ലാസ് ബിൽഡ് എടുക്കണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം എല്ലാവരും ഈ ഒരു റേഞ്ചിലൊക്കെ എടുക്കുന്നത് എന്തായാലും ഗ്ലാസ് ഒക്കെ ഇടും. കാരണം ഒരിക്കൽ താഴെ വീണ് കഴിഞ്ഞാൽ എന്തായാലും പൊട്ടും. കാരണം വലിയ പ്രൊട്ടക്ഷനോ കാര്യങ്ങളോ അതിന് ഗ്ലാസ് ബിൽഡിന് വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ കേസൊക്കെ ഇട്ട് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പം പോക്കോ എടുത്താലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഇതെടുക്കുക. രണ്ടെടുത്താലും നോ ഇഷ്യൂസ്, വേറെ ഒരു വ്യത്യാസവും വരുന്നില്ല, രണ്ടും സെയിമാണ്. പിന്നെ 5Gയുടെ കാര്യം കൂടെ ഓർക്കാം, ജിയോയുടെ സിമ്മിൽ മാത്രമേ ഈ രണ്ട് ഫോണും 5G സപ്പോർട്ട് ചെയ്യുള്ളൂ. 4G നിങ്ങൾക്ക് ഏത് സിം വേണമെങ്കിലും 4G ഇതിലിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. സോ ആ കാര്യം കൂടി മെയിനായിട്ട് ഓർക്കാം. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും കമൻറ്റ് ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.